ശർമ്മജി, നമുക്കിന്ന് കത്ത് വന്നിരിക്കുന്നത് പാലക്കാട് നിന്നാണ്. സതീശനാണ് എഴുതുന്നത്. 10 വർഷമായി വിദേശത്താണ്. അത്യാവശ്യം ശമ്പളമുണ്ട്. സാമ്പത്തികം പക്ഷെ ഒന്നും കയ്യിലില്ല. കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ചിലവാണ്. ഒരു ചെറിയ വീട് പണിതു, അതും കടബാധ്യതയാണ്. എന്താണ് ഇങ്ങനെ? ഇതിനെക്കുറിച്ച് വിശദമായി അറിയാൻ താല്പര്യപ്പെടുന്നു. രേവതി നക്ഷത്രം, മീനരാശി, ജന്മത്തിൽ ശനി നിൽക്കുന്ന കാലം, ജന്മത്തിലും 12-ലും 2-ലും നിൽക്കുന്ന കാലം, 7.5 ശനി, എരന്ന് വാഴും, എരന്ന് നടക്കും, ഇരുന്ന് വാഴുമെന്നാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫലം ഒത്താൽ മതി. പൂരുരുട്ടാതി ഒടുവിലത്തെ 15 നാഴിക ഉത്രട്ടാതിയും രേവതിയും ചേരുന്നതാണ് മീനരാശി. ജന്മശനി ആയതുകൊണ്ട് കടബാധ്യതകൾ, ചെലവുകൾ, നിയന്ത്രിക്കാൻ വയ്യാത്ത തരത്തിലുള്ള ചെലവുകൾ വരും. സാധാരണ നിലയിൽ ഈ സമയത്ത് കയ്യിൽ വരുന്ന ശമ്പളമായാലും ദിവസക്കൂലിയാണേലും ആഴ്ചക്കൂലിയാണേലും മാസക്കൂലിയാണേലും വർഷക്കൂലിയാണേലും കിട്ടുന്ന അന്നേരം അങ്ങ് ചിലവാക്കുന്ന ബുദ്ധി. 10 മിനിറ്റ് നേരം പൊന്നും പണവും മണ്ണും പെണ്ണും കൈവച്ചുകൊണ്ടിരിക്കരുതെന്നാണ്. അത് മണ്ണ് എന്ന് പറയുമ്പം വസ്തു എന്ന് പറഞ്ഞാൽ വസ്തു ഇടപാടുകൾ കഴിവതും കുറയ്ക്കുക, സ്വർണ്ണ ഇടപാടുകൾ കഴിവതും കുറയ്ക്കുക, പണ ഇടപാടുകൾ, കൊടുക്കൽ വാങ്ങലുകൾ ഇങ്ങനെയുള്ളതൊക്കെ കഴിവതും ഋജുവാക്കുക. കൈ കിട്ടുന്ന അന്നേരം ഹാൻഡ് ഓവർ ചെയ്തേക്കുക, അല്ലെങ്കിൽ സാധനങ്ങൾ മേടിച്ചോളുക. പണവും പൊന്നും മണ്ണും പെണ്ണും വാഴുന്ന സമയമല്ല ജന്മശനിയിൽ. എന്തോ ശനിക്ക് അലർജിയാണ്. അതുപോലെ 10 ദിവസമെങ്കിലും മുടന്തി നടത്തും, ചട്ട പിടിപ്പിക്കും. ഒടിവ്, ചതവ്, മുറിവ്, പൊള്ളൽ, സർജറി ഇവയിലേതെങ്കിലും. അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ പേരിൽ വസ്തു വാങ്ങുമോ വീട് വെക്കുമോ മറ്റെന്തെങ്കിലും ചെയ്തിട്ട് കടബാധ്യതകൾ വരും. അതാണ് അടുത്ത 2 കൊല്ലത്തേക്കൂടെ. 2 അല്ല 4 കൊല്ലമുണ്ട്. അതിൽ 2 കൊല്ലമാണ് ഏറ്റവും പ്രയാസമുള്ളത്. ഇപ്പോഴും ഞാൻ നോക്കിയിട്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പണം വരവുണ്ട്, ചിലവ് കൂടുതലാണ്. ഒരു ചെറിയ വീട് വെച്ചു, അതിൻ്റെ കടമുണ്ട്, നല്ലതാണെന്നാണ്. ഇപ്പോൾ ശകലം കടക്കാരനായിരിക്കുന്നത് നല്ലതാണ്. കടമോ കടപ്പാടോ വരുത്തി വെച്ചാൽ അതുവഴി അങ്ങ് തീരും ആ പണം. ഇല്ലെങ്കിൽ കള്ളം കൊണ്ടുപോകും, ഇല്ലെങ്കിൽ ജപ്തി ചെയ്യും, ഇല്ലെങ്കിൽ അത് ഏതെങ്കിലും നികുതി ദായകർ പിടിക്കും. അതല്ലെങ്കിൽ നമ്മൾ വെച്ചിരിക്കുന്ന വീട് വഴി NH-47 വീതി കൂട്ടാൻ പോകാമെന്നും പറഞ്ഞ് പൊന്നുമല തരാം എന്നും പറഞ്ഞ് അതിൻ്റെ പിന്നാലെ നടക്കേണ്ടി വരും. അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ആരെങ്കിലും അത് വായ്പ മേടിക്കും, അല്ലെങ്കിൽ അപഹരിക്കും എന്ന് വിചാരിച്ച് കൊടുക്കൽ വാങ്ങലോ ദരിദ്രന് അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നതിന് കൊടുക്കരുതെന്നും അല്ല അതിൻ്റെ അർത്ഥം. ഈ സന്ദർഭം ആർക്ക് വന്നാലും, രാജാവിന് വന്നാലും ഭിക്ഷക്കാരന് വന്നാലും, ഒന്നില്ലേ ഒരു ഭിക്ഷക്കാരൻ്റെ വണ്ടി ഇടിച്ചു, അതിപ്പോൾ 4 ലക്ഷം രൂപയും കുറേ പൊന്നും അയാളുടെ ബാഗിനകത്ത്. അത് അനുഭവിക്കാൻ പറ്റിയോ? ഇല്ല. പക്ഷേ പോയി. എന്നാലും അങ്ങനെ സ്റ്റോക്ക് ചെയ്തു എന്ന് പറഞ്ഞ പോലെ ചിലപ്പം നമുക്കല്ലാത്ത കാരണങ്ങളാൽ അതൊക്കെ പോകും, വേസ്റ്റാവും. ഭൂമി കുലുക്കം വന്നു, അല്ല വേറെ എന്തെങ്കിലും വന്നു, സ്വരുക്കൂട്ടി വെച്ചതൊക്കെ അങ്ങ് നഷ്ടപ്പെടും. എന്ന് പറഞ്ഞ പോലെ ഈ ജന്മശനിയിൽ പണം എത്ര വന്നാലും ചിലവഴിച്ചോളുക, വീണ്ടും വരുമെന്നാണ്. തന്നത് തിന്നിടുമ്പോൾ പിന്നെയും തമ്പാൻ തന്നിടും, പിറ്റേ ദിവസത്തേക്കുള്ളത് വേറെ വരും. ഇതേ ഉള്ളൊരു പോം വഴി. അല്ലെങ്കിൽ ഖരവസ്തുക്കളായിട്ട് അവനവൻ്റെ പേരിൽ നിന്ന് മാറ്റിയിടുക. കാരണം ചില സമയങ്ങൾ നമ്മുടെ കയ്യിൽ പണം നിൽക്കുകയില്ലാത്ത സമയമാണ്. ചിലവുകൾ കൂടും, വരവുകൾ ശുഷ്കമാവും. അപ്പോൾ അല്പം കടം ഉണ്ടാക്കി വെക്കുക. കടം തീർക്കാതിരിക്കുന്നതാണ് നല്ലത്. വലിയ വലിയ പ്രഭുക്കന്മാർ മനഃപൂർവ്വം കടം ഉണ്ടാക്കി വെക്കും ഈ സന്ദർഭത്തിൽ. ഇല്ലെങ്കിൽ ആ മുതൽ അന്യാധീനമായി പോകും. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഈ കടം ഇപ്പം നല്ലതാണ്. അടുത്ത 4 കൊല്ലം 4.5 കൊല്ലം കൂടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ വീണ്ടും ഇഷ്ടംപോലെ വരവുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ശനി ശുക്രൻ്റെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കും. അതുവരെ കൈ കിട്ടുന്നത് ചിലവാക്കുക. ഇനിയും കുറേ കൂടെയൊക്കെ ലോൺ കിട്ടുന്നെങ്കിൽ അതുകൂടെ എടുത്തിട്ട് ബാക്കിയും കൂടെ അങ്ങ് അടച്ച് തീർക്കുകയാണെങ്കിൽ നല്ലത്. സ്വർണ്ണമൊക്കെ വല്ല ഇരുമ്പ് ലോക്കറിലും വെക്കുന്നതായിരിക്കും നല്ലത്. സൂക്ഷിക്കാനായിട്ട് അതേ പണയം വെച്ചോളുക, അല്ലെങ്കിൽ വിറ്റോളുക, അല്ലെങ്കിൽ ലോക്കർ
കയ്യിൽ ധരിക്കാതിരിക്കുന്നതാണ് ഇപ്പം നല്ലത്. ആവശ്യക്കാർ പലരുണ്ടാവും. അത് ആവശ്യക്കാരെന്ന് പറഞ്ഞാൽ തിരിച്ചു തരാൻ താല്പര്യമില്ലാത്തവർ വാങ്ങും. അതേസമയം ഊരിയെടുത്തുകൊണ്ട് പോകാൻ ബലമായിട്ട് പ്രയോഗിച്ച്, അതായത് തസ്കര ശല്യവും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വസ്തുവോ വീടോ ജംഗമങ്ങളോ ഒക്കെ ആക്കി മാറ്റിയിടുന്നതാണ് നല്ലത്. പണം റെഡി മണി കയ്യിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ശനിയാഴ്ച ദിവസം നീരാഞ്ജനം, എള്ളുപായസം ഇതൊക്കെ ശാസ്താവിന് ചെയ്യുക. അതുപോലെ പ്രദോഷം ഉള്ളപ്പോൾ ശിവങ്കൽ അഭിഷേകം നടത്തുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് അടുത്ത 4-4.5 കൊല്ലം മുന്നോട്ട് പോകുക. കാഠിന്യങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും. ഈ കടത്തിൽ പ്രയാസപ്പെടുകയേ വേണ്ട.